ഹലോ, ഇന്നും ഒരു സിമ്പിൾ ഡേ ആണ്. മോർണിംഗ് മുതൽ ഉച്ചവരെയുള്ള വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൊരു വീഡിയോ ആണ്. എന്നും വീഡിയോ ഇടണം, അല്ലെങ്കിൽ ഒരു 2 ഡേ കൂടുമ്പോൾ എങ്കിലും വീഡിയോ ഇടണം എന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ അതിനൊന്നും പറ്റിയില്ല. അതിനിടയിൽ ഒരു പല്ല് വേദനയും പല്ല് പറിക്കലും ഒക്കെ ആയിട്ട് അതിൻ്റെ തിരക്കിലായിരുന്നു. ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു. നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഇങ്ങനെ ചെയ്തു പോയി. പ്രത്യേകിച്ച് ഇങ്ങനെ റഷൊന്നും ആവാത്തൊരു ദിവസമായിരുന്നു. അപ്പോൾ രാവിലെ പല്ല് തേച്ചാൽ അപ്പോൾ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണം. പിന്നെ വെള്ളം കുടിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ബോട്ടിൽ നിറച്ച് വെച്ചു. അതങ്ങനെ രാവിലെ തന്നെ മടിയില്ലാതെ നിറച്ച് വെച്ചാൽ അതങ്ങനെ കുടിക്കും. ഇല്ലെങ്കിൽ പിന്നെ അത് നിറക്കണ്ടേ എന്ന് ആലോചിച്ചിട്ടുള്ളൊരു മടിയാവും. പിന്നെ ഒരു അടിപൊളി ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ ദിവസം ഓരോ പോലെയാണ്. ചില ദിവസങ്ങളിൽ ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത പോലെ ഉണ്ടാവും. ചില ദിവസം ഇതിനൊക്കെ ആക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും. ഇതിനൊക്കെ ഇത് ഓല രണ്ടാളും മൂടനുസരിച്ചിട്ടിരിക്കും. ചില ദിവസം രണ്ടാളും ഒരേപോലെ കരയും. ചിലപ്പോൾ ആണെങ്കിൽ ഒരാൾ ഓക്കെ എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം മറ്റാളാവും. അങ്ങനെ ആയിട്ട് ചില ദിവസം രണ്ടാളും നല്ല ഓക്കെ ആവും. അങ്ങനെയൊക്കെ ആവും. അപ്പോൾ ഓരോ മൂഡ് പോലെ ഉണ്ടാവും നമുക്കും ഒരു ഫുൾ ഡേ എങ്ങനെയൊക്കെ ആവും എന്നുള്ളത്. പിന്നെ അപ്പത്തിന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് കംപ്ലീറ്റ് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പത്തിന് ഫോണത്തെ ചാർജ് കഴിഞ്ഞപ്പോൾ അങ്ങനെ ചായ കുടിച്ചതും ബാക്കി ഉണ്ടാക്കിയ വിശേഷങ്ങളൊന്നും ഫുള്ള് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഒരിക്കലും കോറയ്ക്ക് കഴുകി അരച്ച് വെച്ചു. തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ടുകൊണ്ട് രാവിലെ വേഗം തന്നെ അതൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇന്ന് ഇവാൻക്ക് ക്ലാസ് ഉണ്ട്. പക്ഷെ ഞാൻ അവനെ വിട്ടിട്ടില്ല. ഉച്ച വരെ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ പല്ലുവേദന ആവുകൊണ്ട് അവൻ ഉച്ചയ്ക്ക് പോയി കൊണ്ടുവരലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇന്ന് എക്സാം ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവനെ വിട്ടിട്ടില്ല. ജസ്റ്റ് ഒരു നോർമൽ ക്ലാസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓനും ഉണ്ട് വീട്ടിൽ. ഇന്ന് അനിയത്തി മാത്രമുള്ള ക്ലാസ് പോകുന്നത്. അപ്പോൾ ഞാൻ കോരച്ചതും ഒക്കെ ഉള്ള പാത്രങ്ങളൊക്കെ കഴുകി വെക്കൽ കഴിഞ്ഞപ്പോൾ അടയ്ക്ക് ക്ലീൻ ചെയ്തപ്പോൾ ഇതിന് ഓള് വന്നു. ഓളെ ടിഫിൻ ബോക്സ് ക്ലീൻ ചെയ്യാൻ. ഇപ്പോൾ ഒരു ഏകദേശം ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ഇന്നിപ്പോൾ രണ്ടാളും നീച്ചിട്ടില്ല. രണ്ടാളും നല്ല ഉറക്കമായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഒരാൾ നീച്ചു. അപ്പോൾ ഞാൻ ഓൾക്കും ഇവാനിക്കുള്ള ചായയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. പിന്നെ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ കുറച്ച് നേരം പുറത്ത് പോയിരുന്നു. ഉമ്മയുടെ മുറ്റൊക്കെ ക്ലീൻ ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിരുന്നു. അപ്പോൾ ഇവാൻ ഇതാ കളിക്കാൻ വേണ്ടി പുറത്ത് പോയിട്ടുണ്ട്. പക്ഷെ ഇന്നിപ്പോൾ കളിക്കാനൊന്നും അവൻ കാര്യം കിട്ടില്ല. കാരണം എല്ലാവരും ഇന്ന് സ്കൂൾക്ക് പോകുന്ന ദിവസമാണല്ലോ. അപ്പോൾ ഓന് ഇതിനൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. ഞാൻ ഓളവിടെ സിറ്റൗട്ടിൽ ഇരുത്തിയിട്ട് സിറ്റൗട്ടൊക്കെ ഒന്ന് ഇങ്ങനെ ക്ലീൻ ചെയ്ത് വേഗം. ഇപ്പോൾ എന്നാലും മറ്റോളം നീച്ചിട്ടില്ല. അപ്പോൾ പിന്നെ ഒരാളാവുകൊണ്ട് നമുക്ക് പണികൾ മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വേഗം തീർത്താൽ പിന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാനിത് ഓളവിടെ എത്തിയിട്ട് സിറ്റൗട്ടൊക്കെ ക്ലീൻ ചെയ്തു. പിന്നെ ഞാൻ ഓളെ എടുത്തിട്ട് മേലേക്ക് പോന്നു. മേലെ കുറച്ച് തുണികൾ വാഷ് ചെയ്തൊക്കെ തോരിടാനുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ തോരിയിട്ടിട്ട് ഞാൻ റൂമിലേക്ക് പോയി. മേലെയുള്ള കാരണം അവിടെ ബെഡിൽ ഞാൻ എൻ്റെ തുണികളിങ്ങനെ വാഷ് ചെയ്തതൊക്കെ അവിടെ കൊടുത്തിട്ട് ഇങ്ങനെ ഇട്ടതായിരുന്നു. മടക്കി വെക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല വയ്യാത്തതുകൊണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ മടക്കി വെച്ച് അവർക്ക് ഇടാനുള്ള ഡ്രസ്സ് മാത്രം എടുത്തിട്ട് താഴത്തേക്ക് പോകുന്നു. ബാക്കിയൊക്കെ നേരെ എടുത്ത് വെച്ചു. ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്ന ടൈമിൽ തന്നെ മറ്റോളവിടെ നീച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾ നീച്ചപ്പോൾ ഉമ്മ ഓൾക്കുള്ള ചായയൊക്കെ കൊടുക്കണ സൗണ്ടൊക്കെ ഇങ്ങനെ മേലേക്ക് കേൾക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ രണ്ടാളും മേലത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് താഴത്തേക്ക് പോയി. പിന്നെ ഓൾ രണ്ടാളും കുറച്ച് നേരം കളിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഞാൻ കടന്ന് ഇതൊക്കെ എടുത്തു വെച്ചു. ഓള് നീക്കാത്തതുകൊണ്ട് ഞാൻ അതൊന്നും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഓള് നീച്ചപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ പുറത്തുനിന്ന് നല്ല കരച്ചിൽ കേൾക്കുന്നുണ്ട്. അപ്പോൾ ചെന്ന് നോക്കുമ്പോൾ ഓല് രണ്ടാളും എന്തോ ബാഗിന് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല അടി കഴിഞ്ഞിട്ട് ഇതാ നല്ല കരച്ചിലായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അവർക്ക് കോറയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നു. കോറ ചിലപ്പോൾ ഒരിക്കലും രാവിലെ കൊടുക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ രാത്രിയാവും കൊടുക്കുക. പിന്നെ ഓളെ കുളിപ്പിക്കാനുള്ള വെള്ളവും പിന്നെ കോറയും ഒക്കെ ഞാൻ ഉണ്ടാക്കി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഓളെ കുളിപ്പിച്ച് ഓൾക്ക് ഇപ്പോൾ എപ്പോഴും പുറത്ത് പോയിരുന്ന് ഫുഡ് കഴിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം. ഫുഡ് കൊടുക്കാൻ വേണ്ടി എടുക്കുമ്പോഴത്തേക്കും രണ്ടാളും പുറത്തെ വാതിലിനവിടെ വന്നിരിക്കും. അവിടെ പോയിരുന്ന് എല്ലാവരും കണ്ട് ഫുഡ് കഴിക്കുന്നതാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടം. പിന്നെ ഇന്നലെ ഉണ്ടാക്കിയ മന്തി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവാൻ അത് തിന്നുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഞാനും അവർക്ക് ഫുഡ് കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാനും കുറച്ച് മന്തിയൊക്കെ തിന്നിട്ടുണ്ട്. പിന്നെ മൂന്നാളും കുറച്ച് നേരം നല്ല കളിയൊക്കെ ചെയ്യുന്നു. പിന്നെ കളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഒരെണ്ണാളെയും കൊണ്ടുപോയി ഉറക്കി. പിന്നെ ഇതാ വെള്ളം ഞാൻ അങ്ങനെ കുടിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുളിക്കാനൊക്കെ വേണ്ടിയിട്ട് നിന്നു. പിന്നെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേന് ഓള് നീച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആദ്യം ഓൾക്ക് മൂന്നാൾക്കുള്ള ഫുഡ് ഞാൻ കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഫുഡ് കഴിച്ചത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ കൂടുതൽ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിലും അതും കമൻറ്റ് ചെയ്യണേ.